ഈ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി ഇടപെടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കേരളത്തിലെ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയമായ പ്രത്യക്ഷമല്ലാത്ത പിന്തുണയ്ക്ക് വേണ്ടി ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം ഞങ്ങളുടെ പിന്നാലെ ഞങ്ങളുടെ അനുയായികൾ ധാരാളം ഉണ്ട്, ഇവിടെ എണ്ണമുണ്ട്. അവരുടെ വോട്ട് കിട്ടിയാൽ ഗുണമുണ്ടാകുമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നു. ഞങ്ങൾ രാഷ്ട്രീയമായി പ്രവർത്തിക്കാതെ തന്നെ ഞങ്ങളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനങ്ങൾ, അനുയായികൾ കുറേ അധികമുണ്ട്. ആളുകൾക്ക് ചില ഗുണം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുക, റോഡ് നിർമ്മിച്ചു കൊടുക്കുക, ഇങ്ങനെല്ലാം ചെയ്ത് കാണുമ്പോൾ മാനസികമായി ഞങ്ങളോട് അടുപ്പം വരും. എല്ലാവരും അങ്ങനെയാണല്ലോ. എല്ലാവർക്കും ഒരേ സമയം അടുപ്പം വന്നാൽ ശരിയാവില്ലല്ലോ. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമൊക്കെ ആകുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ സമയം അടുപ്പം വരികയും ഉസ്താദിന് തിരിച്ച് അതേപോലെയുള്ള അടുപ്പം എല്ലാവരുമായിട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ല. അതാണ് സമയത്ത് എന്താ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങൾ അറിഞ്ഞുകൊള്ളൂ. അത് പ്രത്യേകിച്ച് വിശദമാക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്, അല്ലേ? പക്ഷേ ഉസ്താദിന്റെ ആത്മകഥാപരമായ വിവരണത്തിൽ, അദ്ദേഹത്തിന്റെ താങ്കൾ തന്നെ രചിച്ചിട്ടുള്ള പുസ്തകത്തിൽ, അതില് ഈ ഒരു ഘട്ടത്തിൽ ഈ ഇന്ത്യൻ മുസ്ലിം ലീഗും അഖിലേന്ത്യാ ലീഗും ഉണ്ടായ സമയത്ത്, മത്സരിച്ച സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും സ്ഥാനാർത്ഥികളെ താങ്കളുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് കൊടുക്കുകയുണ്ടായെന്നും അതിൽ പല ആൾക്കാരും പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നും എന്നുള്ളൊരു കുറിപ്പ് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പം ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഈ പ്രത്യക്ഷമായ ഇടപെടലില്ലാത്തൊരു അവസ്ഥയിലേക്കുള്ള നീക്കം, അതിൻ്റെ ഒരു പരിണാമം എങ്ങനെയായിരുന്നു എന്ന് കുറച്ച് പറയാൻ പറ്റുമോ? അതിപ്പോൾ പറയാൻ പ്രയാസം തന്നെ. സ്ഥാനാർത്ഥികളെ കൊടുക്കുക എന്നുള്ള പണിയൊന്നും അക്കാലത്തും ഇക്കാലത്തും ഒന്നുമില്ല. ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. വ്യക്തികളെ മാത്രം നോക്കിയിട്ട് വ്യക്തിയാണ് നല്ലത്, പാർട്ടി ഏതായാലും എന്ന നിലക്ക് ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതായിരിക്കും ആ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും പല കേന്ദ്രങ്ങളിൽ നിന്നും ഉസ്താദിന്റെ ഒരു അടുപ്പം ഈ സുന്നി സമുദായത്തെ കുറച്ചുകൂടി ഇടതുപക്ഷത്തേക്ക് നീക്കുന്നതായിട്ടാണ് ചില ആൾക്കാരുടെയൊക്കെ ഒരു വിചാരണ, അല്ലെങ്കിൽ ഒരു തോന്നൽ. അത്തരം തോന്നലുകളെ പറ്റി, അത്തരം പ്രചാരണങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം? അതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തോന്നുന്നതായിരിക്കണം, അല്ലേ? അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തോന്നുന്നതായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ, ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സഹായം ലഭിച്ചിട്ടുള്ളത് ആരിൽ നിന്നാണ് നോക്കിയിട്ട് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. അതൊക്കെ അതിലൊരു പ്രത്യക്ഷമായിട്ടുള്ള സംഘടനാപരമായ ഇടപെടൽ ഇല്ല എന്നാണ് പറയുന്നത്, അല്ലേ?